നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. സമാധാന നീക്കങ്ങൾക്കിടെ ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കൊല. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത്. ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തുന്നത് എളുപ്പമല്ലെന്ന് റെഡ് ക്രോസ് അറിയിച്ചു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലെ ഷറം ഷെയ്ഖിൽ സംഘടിപ്പിച്ച ആഗോള ഉച്ചകോടിയിൽ പങ്കെടുത്ത ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഉച്ചകോടി ഹാളിലെത്തിയ ഹമദ് രാജാവിനെ പ്രസിഡന്റ് അൽ സിസി സ്വീകരിച്ചു. ട്രംപ്, അൽ സിസി, ഖത്തർ അമീർ, തുർക്കി പ്രസിഡന്റ് എന്നിവർ ഒപ്പുവെച്ച ഗസ കരാറിന് രാജാവും മറ്റ് നേതാക്കളും സാക്ഷ്യം വഹിച്ചു. ഗസയിലെ വെടിനിർത്തലും ബന്ദി കരാറും ഉറപ്പാക്കാനുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപിന്റെ ദൂതന്മാർ ഹമാസുമായി ഈജിപ്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയോസ്. ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖിലുള്ള ഫോർ സീസൺസ് ഹോട്ടലിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു യോഗം. യുഎസിന്റെ പശ്ചിമേഷ്യൻ പ്രത്യേക പ്രതിനിധികൾ മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. ലോകത്തെ എവിടെ നിന്നുമുള്ള ഭീഷണി നേരിടാൻ പര്യാപ്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച് ചൈന. ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന സംവിധാനമാണ് വികസിപ്പിച്ചത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഡൻ ഡോം എന്ന പദ്ധതിക്ക് സമാനമായ മിസൈൽ പ്രതിരോധ ശൃംഖല എന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയെ നോബൽ പുരസ്കാരം നൽകി ആദരിച്ചതിന് പിന്നാലെ നോർവേയിലെ എംബസി അടച്ചുപൂട്ടി വെനസ്വേല. വിദേശത്തുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിയെന്നാണ് വിശദീകരണം. വെനസ്വേലയുടെ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കാൻ പ്രവർത്തിക്കുന്ന വലതുപക്ഷക്കാരി എന്ന വിമർശനം നേരിടുന്നയാളാണ് മച്ചാഡോ. കാരണമൊന്നും അറിയിക്കാതെ ഓസ്ലോയിലെ എംബസി വെനസ്വേല അടച്ചുപൂട്ടിയതായി നോർവേ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂയോർക്കിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ തലയറുത്ത് കൊലപ്പെടുത്തിയ മകൻ. 45-കാരനായ ആന്റണി കസാസ്പോയാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ന്യൂ ബ്രൈറ്റണിലെ അപ്പാർട്ട്മെന്റിൽ കുളിമുറിയിൽ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. 19-കാരനായ ഡാമിയൻ ഹസ്റ്റലിനെ പോലീസ് പിടികൂടി.